ഉള്ളത് അല്ലേ? അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന ഏതെങ്കിലും SC/ST കോളനി അതേപോലെ ഊരുകളിൽ തീരെ വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അല്ലേ, നിങ്ങൾക്ക് അവിടുത്തെ അവസ്ഥ എന്താണ്, പറ്റുമെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ നമ്പറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അറിയിക്കുക. എൻ്റെ കഴിവിനനുസരിച്ച് നമുക്ക് ഒരുപാടൊന്നും ചെയ്യാനാവില്ല. അത് എവിടെയായാലും, കേരളം എവിടെയായാലും തീരെ കഷ്ടപ്പെടുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചു. ഈ വെള്ളം കൊണ്ട് തന്നേന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ വളരെ നന്ദി. നമസ്തേ. ഇവിടെ കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. മോട്ടറും കംപ്ലൈൻ്റ് ആയി ആകെ പ്രശ്നമാണ്. അപ്പോൾ സന്തോഷ് വന്നതുകൊണ്ട് കുടിവെള്ളം അട്ടപ്പാടിയിൽ പരമാവധി എല്ലാ വെള്ളത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേനൽക്കാലം ആയതുകൊണ്ട്. ഇപ്പൊ എത്ര മാസമായി അവസ്ഥ? 3 മാസമായി. 3 മാസം. എനിക്ക് എന്താ അറിയാം, നമ്മളിപ്പോ കഴിഞ്ഞ സിനിമകളൊക്കെ ഈ ഓൺലൈൻ റിലീസൊക്കെ വരുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു, കാരണം ഞാൻ മറ്റുള്ളവരെ നിന്ന് വാങ്ങിച്ചിട്ടല്ലോ നമ്മളത് ചെയ്ത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എനിക്ക് എന്റെ വീഡിയോസ് ഒക്കെ ആളുകൾ കാണുമ്പോൾ ചെറിയ പൈസ കിട്ടുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പൊ തന്നെ പഠിപ്പിക്കുന്ന പല കുട്ടികൾക്കും നമുക്ക് ബുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഈ കഴിഞ്ഞ 6 മാസം. നമ്മളൊരു കോടീശ്വരനല്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഇപ്പം തന്നെ കഴിവിനനുസരിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിപ്പോ തൽക്കാലം ഇത് വെക്കുന്നു. അടുത്തേല് ഇനി വേറെതൊക്കെ ഊരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. പിന്നെ അപ്പം ഇതിന് അടിയന്തരമായിട്ട് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അടിയന്തരമായിട്ട് ഒരു മോട്ടർ റിപ്പയർ ആണ്. പണ്ഡിറ്റ് ജി ഒന്ന് സഹായിക്കണമെങ്കിൽ. മോട്ടർ ഒന്ന്. എത്ര HP അത്? അത് ഇപ്പോൾ 3 HP ജി. അപ്പോൾ ഒരു 5 HP കിട്ടണമെങ്കിൽ നല്ലതായിരുന്നു. ദൈവം നോക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ. അതായത് ശരിക്കും വെള്ളം ഇല്ലല്ലോ, ഊവിന്റെ അടിയിൽ വെള്ളമില്ല. വെള്ളം 2 ലെങ്ത് പൈപ്പ് 450 അടിയാണ് താത്തിരിക്കുന്നത്. അതിൽ 350 അടി ഉള്ളപ്പോ വെള്ളം കിട്ടുന്നത്. അപ്പോ വെള്ളം താഴെ ഉണ്ട്. വെള്ളം എന്നാലും കൂടുതലില്ല. കപ്പാസിറ്റി പോയി മോട്ടറിന്റെ. അതിപ്പോ പഞ്ചായത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി, മാത്രമല്ല പ്രോജക്റ്റുകൾ കഴിഞ്ഞ സമയമാണ്. ഇപ്പൊ എങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും കിട്ടുന്നുണ്ടോ? ആഴ്ചയിലില്ല. ഇവിടെ ആഴ്ചയിൽ ഒരിക്കലും മാത്രം കിട്ടുന്നു. മാത്രല്ല ഇപ്പൊ നമ്മള് ലോങ് എന്നൊക്കെ കൊണ്ടുവരുമ്പോഴേ ഒരു ടാങ്കിന് അത്രയും പൈസയും വരുന്നുണ്ട്. അതാ അപ്പൊ ഏതായാലും ഇപ്പൊ ഇത് 1ാം ഘട്ടം എന്നുള്ള രീതിയിൽ ഇത് വെക്കും. അപ്പൊ ബാക്കി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇത് നല്ല വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ 2 പേരോട് പറഞ്ഞാൽ മതി. എന്റെ നമ്പർ ഉണ്ട്, നീ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കും. അപ്പൊ തൽക്കാലം നമുക്ക് ഇപ്പൊ ഇത് ചെയ്യുന്നു. നമുക്ക് അടുത്ത മാസം ഞാൻ അടുത്ത ഘട്ടം ഞാൻ ചെയ്യാൻ പറ്റുമോ? അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികം വരുമ്പോഴല്ലേ എനിക്ക് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതിന് പരിധി ഉണ്ടല്ലോ. അപ്പൊ ശരി കേട്ടോ. എന്നാലും ഇങ്ങോട്ട് വെക്കുന്നു. ഈ സൈഡിലേക്ക് വെച്ചു, പിടിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്. അപ്പോൾ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സഹായമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നത്. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഒരാഴ്ചത്തേക്കുള്ള വെള്ളം എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പോകും. അപ്പോൾ അതൊരു വലിയ സഹായമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ള വെള്ളം അവരവർ ഷെയർ ചെയ്തിട്ട് എടുത്ത് ഉപയോഗിക്കുക. ശരിക്കും ഈ ഏരിയയിൽ എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ ഈ ഒരു മൊത്തം 156 കുടുംബമുണ്ട്. 156 കുടുംബമുണ്ടല്ലേ? ഈ കപ്പപ്പതി ഊര് താഴെയും മേലെ. ഇവിടെ ഓൾമോസ്റ്റ് അട്ടപ്പാടി ഇത് തന്നെയാണ് അവസ്ഥ. അതന്നെ എല്ലാ സ്ഥലവും സപ്ലൈ പഞ്ചായത്തിൽ ഒക്കെ സപ്ലൈ നടക്കുന്നുണ്ട്. പക്ഷെ വെള്ളം കുറവാണ്. കൊടുക്കാൻ വെള്ളമില്ല അല്ലേ? അപ്പൊ ഇപ്പൊ എവിടെ നിന്നൊക്കെയാ കൊണ്ടുവരുന്നത്? തോട്ടം തന്നെ പോലും വരുന്ന പഞ്ചായത്തിന്റെ ഫണ്ട് വരുന്നുണ്ട്. കളക്ടർ ഫണ്ട് മുഖേനയാണ് ഈ വെള്ളം അടിച്ചു കൊടുക്കുന്നത്. അതാ പഞ്ചായത്തിന്റെ ഉൾഫണ്ടല്ല. അല്ല, വെള്ളം കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി മാറും. 156 ഫാമിലിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടുത്തെ പദ്ധതിന്റെ സ്ഥിതി എന്താ? പദ്ധതി സ്ഥിതി മോട്ടോർ കംപ്ലൈന്റ് ആയി, വെള്ളം താഴ്ന്നു പോയി. 350 അടിയാണ് ആ ബോർവെൽ. അപ്പോ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വെള്ളം മുകളിലേക്ക് പോകുന്നില്ല. ഒരു 2-3 ലെങ്ത് പൈപ്പ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മോട്ടോർ, ഒരു 5 HP മോട്ടോർ സ്ഥാപിക്കുകയാണെങ്കിൽ സുഖമായിട്ട് വെള്ളം കിട്ടും. അടുത്തേക്ക് വന്നോ? അഗളി പഞ്ചായത്തിൽപ്പെട്ട ഊരാണ്, 11ാം വാർഡിലാണ്. മൊത്തത്തിൽ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. തോടും വെറ്റി,
ബോർവെല്ലിൽ മൊത്തം വെള്ളം വെറ്റി ഇപ്പോൾ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സാറ് നമ്മുടെ കോഴിക്കോട് നിന്ന് തന്നെ 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. അടി കൂടരുത്, ഇനി വേണേ ഇനി കൊണ്ടുവരും. കൊണ്ടുവന്നോ അനി അധികം ഉണ്ടേ കൊണ്ടുവന്നോ. നിങ്ങളെവിടെ തീർന്നതിന് ശേഷം മോളെ കൊണ്ടുപോകും. കൊടുത്തോ എത്ര മണി എടുത്തോ എത്ര മണി കൊടുക്കും അല്ലേ ബൈ. അപ്പൊ എന്താണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം? ഇപ്പൊ എത്ര മാസമായി? അയ്യോ ഈ വേനൽ വന്നതിന് വെള്ളമില്ല. അപ്പൊ ഇവിടെ പഞ്ചായത്തിന്റെ വെള്ളം കിട്ടുന്നുണ്ടോ? അതുപോലെ ഞങ്ങൾ എങ്ങനെ പോലെ ഞാൻ പിന്നെ നമ്മളെ കയ്യിലെടുത്ത് ചെയ്യുമ്പോ നമുക്ക് പരിമിതി ഉണ്ടല്ലോ. ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള അടിക്കാം, നോക്കാം ഇവിടെ എങ്ങനെയാന്നുള്ളത്. മോട്ടോർ ഇതായിട്ട് എത്രയും റിപ്പയർ ആയിട്ട് ഇപ്പൊ എത്രയും 2 മാസമായി. 2 മാസമായിട്ട് തന്നെ അവസ്ഥ. സാറേ വെള്ളം കൊണ്ടുവന്നതിന് വളരെ വളരെ നന്ദി. നമുക്ക് ഇനിയും ഇതേപോലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നതിന് പരിമിതി കാണും. ഇവിടെ നല്ല ഇതേപോലെ വളരെ അത്യാവശ്യമുള്ള ഏതെങ്കിലും ഊരുകാരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് വിട്ടാൽ മതി. എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലേക്ക് ഡീറ്റെയിൽസ് വിട്ടാൽ മതി. ഞാൻ ഇനിയും ഇതുപോലെ ചെയ്തു തരാം കേട്ടോ. നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതിന് പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അമ്മയ്ക്ക് കൊടുക്കട്ടെ. ഇല്ല 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 വേഗം തുടങ്ങാം. എടുത്ത് മാറ്റുന്നേ ഓരോ കഴിഞ്ഞെടുത്തു. ഇനി എത്ര ഒന്ന് ചുറ്റിയെടുക്കാം. ഇതാ ആ വെള്ളം എത്ര വെള്ളം വെറുതെ വേഗം ಮೂಡಿ ಬೇಕು ಗೊತ್ತಾ ಈಗ ವ್ಯಾತು ಸರೋಜಲಪ್ಪನವರು ನರ್ಸಕ್ಕೆ ಹೋಗ್ತಾರೆ. ಹೋಗ್ಬೇಕು ಎಲ್ಲ ಕೊಂಡ್ಬೋದು. ಇಲ್ಲ ಅದು ಸ್ಲೋ മൂടിയിരുന്നു. ഒരാളെന്ന് നടത്തിരിക്കണേ. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോവേ